കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന പരാതിയിലേക്ക് തിരികെ പോവുകയാണ്. പൊട്ടിയ കയ്യിലിടേണ്ട കമ്പി മാറിയിട്ടെന്ന് പയ്യാനക്കൽ സ്വദേശി അജിത്ത് ആരോപിക്കുന്നു. പിഴവ് പറ്റിയതിനു ശേഷം വീണ്ടും ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടതായും ആരോപണമുണ്ട്. എന്നാൽ ഏത് അന്വേഷണത്തിനും തയ്യാറാണ് എന്നാണ് ഡോക്ടർ ജേക്കബ് പറയുന്നത്, ഓർത്തോ വിഭാഗം തലവൻ. ഇപ്പോൾ അജിത്തും ഒപ്പം തന്നെ ഓർത്തോ വിഭാഗം തലവനും നമ്മോടൊപ്പം ഉണ്ട്. ആദ്യം അജിത്ത് എന്താണ് സംഭവിച്ചത്? അജിത്തിന് കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? അജിത്താണോ സംസാരിക്കുന്നത്? അല്ല. ഡോക്ടറാണോ? ഡോക്ടർ ജേക്കബ് ആണോ? ഡോക്ടർ ജേക്കബ്, എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? എന്താണ് ഇതെന്ന് വെച്ചാല് കയ്യിലെ ഒരു ഒടിവാണ്. അതിന് ചെയ്തേക്കണ ചികിത്സ ഞാൻ നേരിട്ട് വന്ന് അന്വേഷിച്ചു. പക്ഷെ ചെയ്തേക്കണ സയന്റിഫിക്കലി 100% കറക്റ്റാണ്. അത് കാലയിലോ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോലെ അങ്ങനത്തെ അതെല്ലാം അടിസ്ഥാനമായിട്ട് എല്ലാം തെറ്റ് കാര്യങ്ങളാണ്. സയന്റിഫിക്കലി 100% ശരിയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംശയങ്ങളുള്ളതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് സൂപ്രണ്ടിനോട് ഇന്ന് തന്നെ എത്രയും വേഗം ഒരു വിശദമായിട്ട് അന്വേഷണം നടത്തി എല്ലാ സംശയങ്ങളും ദൂരീകരിക്കണം നേരിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അതിന് എല്ലാ സഹകരണവും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാവും. രോഗിയെ നേരിട്ട് ഞാൻ കണ്ടു. ഇത് വളരെ സാധാരണയായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു ഒടിവാണ്. അതേ ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ ആഴ്ച അതിന് മുമ്പത്ത് തന്നെ ഇതേപോലത്തെ ഒടിവുകൾക്ക് ചെയ്ത അതേ ചികിത്സയുടെ എക്സ്റേ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതും ആർക്ക് വേണം പരിശോധിക്കാം. എത്രയും വേഗം അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ കൂടി ആവശ്യം. ഡോക്ടർ, ഇപ്പോൾ താങ്കൾ ഓർത്തോ വിഭാഗം തലവനാണ്. ഡോക്ടർ ആയിരിക്കില്ല ഇത് ചെയ്തിട്ടുണ്ടാവുക? ഞാനല്ല ചെയ്തത്, വേറെ യൂണിറ്റിലാണ്, എന്റെ യൂണിറ്റിലല്ല. പക്ഷെ എന്നാലും ഡിപ്പാർട്ട്മെന്റ് നടന്ന സംഭവമാണ് നേരിട്ട് ഇടപെട്ടത്. ഓക്കെ ഡോക്ടറെ, ഈ പൊട്ടിയ കയ്യിൽ ഇടേണ്ട കമ്പി മാറിയിട്ടു എന്നാണ് അജിത്ത് പറയുന്നത്. സാധാരണഗതിയിൽ യാതൊരു സത്യമില്ല. ഞാൻ അതായത് ചില മാധ്യമങ്ങളിൽ കണ്ടു കാലിലിട്ടുന്ന കമ്പി കയ്യിലിട്ട, അതെല്ലാം കംപ്ലീറ്റ്ലി 100% റോങ് ആണ്. പിന്നെ ഈ ഒടിഞ്ഞതിന്റെ താഴെ തൊട്ടൊരു ജോയിന്റിലെ ഒരു ഇളക്കമുണ്ട്, അതിന്റെ ഒടിവിന്റെ ഭാഗമാണ്. അത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഒരു വയറ് പുറത്തുനിന്ന് അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതൊരു 3-4 ആഴ്ചക്ക് വേണ്ടി മാത്രം താൽക്കാലികമായിട്ട് ഇടുന്ന കമ്പിയാണ്. അതിന്റെ ലിഗമെന്റ്സ് ഹീൽ ചെയ്ത് ചെയ്യുമ്പോൾ ആ കമ്പി എടുത്തു മാറ്റും. അതൊരു 3-4 ആഴ്ചക്ക് ശേഷം ആ കമ്പിയാണ് പുറത്ത് കാണുന്നത്. അതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ്. അതാണ് നമ്മൾ ഇത്രയും നാൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇതിനു മുമ്പ് ചെയ്ത പല രോഗികളുടെ എക്സ്റേ എനിക്ക് പരിശോധിച്ചാൽ നേരിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. ഡോക്ടറെ, ഈ സാധാരണഗതിയിൽ എല്ലിന് ഒരു മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ടായാൽ മാത്രമല്ല, അല്ലെങ്കിൽ ഇത് ജോയിൻ ചെയ്ത് വെച്ച് നമ്മൾ പ്ലാസ്റ്റർ ഇട്ടാൽ ഇത് സാധാരണഗതിയിൽ ആകുമല്ലോ, എല്ല് സ്വയം കൂടുമല്ലോ. ഇതിപ്പോൾ മൾട്ടിപ്പിൾ ഇഞ്ചുറി ഉണ്ടായത് കൊണ്ടാണോ ഈ കമ്പി ഇടേണ്ടി വന്നത്? അല്ല, ഓരോ ഒടിവിനും പ്രത്യേക സ്റ്റാൻഡേർഡ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ്. ഇതിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് തന്നെ നമ്മൾ ചെയ്തേക്കണം. എന്ന് വെച്ചാൽ ഇത് സാധാരണഗതിയിൽ കമ്പി ഇടേണ്ട ഒരു കേസ് തന്നെയാണ് ഓർത്തോ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം. അതെ, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ കമ്പി ഇടേണ്ട സ്ഥലത്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇടത്തെ കൈ വലത്തെ കൈ ആയി പോകുന്നു. ആർക്ക് വേണമെങ്കിലും വെരിഫൈ ആവുന്ന കാര്യമാണ്. മെഡിക്കൽ കോളേജിന് പുറത്തുള്ള അന്വേഷണ സംഘം തന്നെ വന്നാലും നേരിട്ട് വെരിഫൈ ആവുന്ന കാര്യം. അത് എത്രയും വേഗം അന്വേഷിച്ചിട്ട് സത്യം പുറത്തു കൊണ്ടുവരണം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആവശ്യം. പിന്നെ ഡോക്ടർക്ക് എനിക്ക് പരാതിക്കാരനെ കിട്ടിയിട്ടില്ല. ഡോക്ടർക്ക് പിന്നെ അങ്ങനെ ഒരു പരാതി വരാൻ എന്തായിരുന്നു കാരണം? അദ്ദേഹം എന്താണ് പറയുന്നത്? പരാതിക്കാരൻ എന്താണ് പറയുന്നത്? അതിപ്പോ ഇവിടെ പോലീസ് മൊഴിയെടുത്തോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓൾറെഡി ഞാനത് ടി വി കണ്ടിട്ടാണ് നേരിട്ട് വന്നത്. അപ്പൊ സത്യാവസ്ഥ അറിഞ്ഞപ്പോഴാണ് പറഞ്ഞത് പല ആക്ഷേപങ്ങളും കണ്ട് മറ്റേ കാലിലിട്ട കമ്പി കയ്യിലിട്ട കമ്പി കാലിലിട്ടു, കമ്പി പുറത്തിരിക്കുന്നു എന്നൊക്കെ. അപ്പൊ അതിനെ മറ്റേ ഖണ്ഡിക്കുന്ന തെളിവായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ. അല്ല, അങ്ങനെ കമ്പി പുറത്ത് കാണുന്നുണ്ടോ? അതങ്ങനെ വെച്ചേക്കുന്നത്. അതേപോലത്തെ അതാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. കാരണം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 3-4 ആഴ്ചകൾ ശേഷം മാറ്റേണ്ട കമ്പിയാണ്. അതിന്റെ ഒരറ്റം വളച്ച് പുറത്തേ വെച്ചേക്കണേ. അപ്പൊ അവിടെ നിന്ന് ഊരി മാറ്റേണ്ടതാണ്. അതിനുവേണ്ടിയാണ് അത് വെച്ചേക്കണേ. അതിന്റെ താൽക്കാലികമായിട്ടുള്ള കമ്പിയാണ്. അതേപോലെ ചെയ്ത കേസുകളുടെ പലതിന്റെയും എക്സ്റേ ഈ അടുത്ത കാലത്ത് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. സാധാരണഗതിയിൽ കമ്പി ഊരി മാറ്റുമ്പം തുളച്ചിട്ടല്ലേ ഊരി മാറ്റുക, അല്ലാതെ പുറത്ത് ഇങ്ങനെ കമ്പി തള്ളി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, അത് ട്രീറ്റ്മെന്റ് ആണ്. ഇതിന് ട്രീറ്റ്മെന്റ് ആണ്. ചില സമയത്ത് താൽക്കാലികമായിട്ട് ഇടുന്ന സാധനം നമ്മൾ തൊലിക്കൂടി എല്ലിലോട്ട് കയറ്റി വിടും. ഇത് കേവാറാണ് ഇട്ടേക്കുന്നത്. അതിന്റെ സയന്റിഫിക്കലി 100% കറക്റ്റ് ആണ്. പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഒരു അന്വേഷണം സ്വാഗതം ചെയ്യുന്നു അല്ലേ? തീർച്ചയായിട്ടും 100% സ്വാഭാവികം. എത്രയും വേഗം വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം.